കണ്ണൂരിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് ബോധരഹിതനായ 1.5 വയസ്സുകാരൻ മരിച്ചതിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ. കുഞ്ഞിനെ ഏറെ സമയം ആശുപത്രിയിൽ ഇരുത്തിയെന്നും ആരോപണം. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും കുഞ്ഞിന്റെ ശാരീരികാവസ്ഥ മനസ്സിലാക്കാതെയും യാതൊരുവിധ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാതെയാണ് കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയതെന്നും ഇതുവരെ ആശുപത്രി അധികൃതർ അത് അംഗീകരിച്ചിട്ടില്ലെന്നും ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യയുടെ ബന്ധുക്കൾ പറഞ്ഞു. സൺഡേ മോർണിംഗ് ആണ് കുട്ടി വീട്ടിൽ നിന്ന് വീഴുന്നത്, ഒരു 11 മണി ആ ഒരു സമയത്ത്. അപ്പോൾ സാധാരണ പോലെയുള്ള ഒരു ചെറിയ മുറിവ് മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ അവിടുന്ന് ആദ്യം അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ ചെറിയ രീതിക്ക് സ്റ്റിച്ച് വേണം എന്നുള്ളൊരു കണക്കിൽ പറഞ്ഞിട്ടാണ് പയ്യന്നൂരേക്ക് ഇവിടെ ബേബി മെമ്മോറിയലിലേക്ക് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവർ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കാതെ ആദ്യം തന്നെ ഇതിന് ഒരു പ്ലാസ്റ്റിക് സർജറി വേണമെന്നുള്ള രീതിക്കുള്ളൊരു കൺഫർമേഷനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് സർജനെ വിളിച്ചപ്പോൾ തന്നെ അവരവരെ പേയ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞ് ഒരു ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ തന്നെ അവർ വിളിച്ചു പറഞ്ഞു അനസ്തേഷ്യ ചെയ്യണം, അനസ്തേഷ്യ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അനസ്തേഷ്യ ചെയ്യാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കൂടുതൽ പെയിനിലേക്ക് പോകും എന്നുള്ളത് പറഞ്ഞിട്ടാണ് അനസ്തേഷ്യ ചെയ്യാൻ്റെ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവർ മാത്രമേ ഉള്ളൂ. കാരണം എന്തായാലും ഒരു സാധാരണ ഉള്ള ഒരാൾക്കാർക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞു സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. സൈൻ ചെയ്തു. കാരണം അവർക്ക് അപ്പോൾ കുട്ടിയുടെ കാര്യം നോക്കാമെന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അത് പറഞ്ഞു, അത് ചെയ്തു. അപ്പോൾ സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുട്ടി പ്രീമച്ചുറാണ്, കാരണം 7ാം മാസത്തിലാണ് ജനിച്ചത്. ആ സമയത്ത് തന്നെ ഒരു 10-40 ദിവസം വെന്റിലേറ്ററിലും കഴിഞ്ഞ് ഒരുവിധം സ്റ്റേബിളായി ഇപ്പോൾ ഓക്കെയാണ്. കാരണം ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് 1 വർഷം കഴിഞ്ഞ് കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞ സമയത്ത് തന്നെ അവരെ സൈഡിൽ നിന്ന് വന്ന അപ്ഡേറ്റ് അത് കുഴപ്പമില്ല എന്നാണ്. കാരണം കുട്ടിയുടെ വേറെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇവർ ചെക്ക് ചെയ്തിട്ടില്ല. കാരണം 2-3 മണിക്കൂർ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഈ 2-3 മണിക്കൂർ കൊണ്ട് കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോയത്. അപ്പോൾ ആ ഒരു 11-12 മണിയാകുമ്പോൾ ഇവിടെ എത്തിയത്. ആ സമയത്ത് കഴിഞ്ഞൊരു 3 മണിക്കൂർ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല അനസ്തേഷ്യ ചെയ്യുന്നതുകൊണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഡിലേ ആയി ഒരു 3:30-4 മണിയാകുമ്പോഴാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. അമ്മയുടെ മടിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അനസ്തേഷ്യ കൊടുത്ത സമയത്ത് തന്നെ കുട്ടി പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്ന് ഇതാവുകയാണ് ചെയ്തത്. അവരപ്പം തന്നെ ഇവിടുന്ന് മാറ്റി CPR കൊടുക്കാൻ ട്രൈ ചെയ്തു. CPR കൊടുത്തു. കാർഡിയാക് അറസ്റ്റിന് ഓക്കെ ആയി. പക്ഷേ ആ ടൈമിനുള്ളിൽ തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നുള്ള രീതിക്കാണ് അപ്ഡേറ്റുകൾ വന്നത്. അപ്പോൾ അവിടുന്ന് ഇപ്പം തന്നെ ഇവിടുന്ന് ഒരു വെന്റിലേറ്ററിലാക്കി ഇവിടുന്ന് കണ്ണൂരേക്ക് മൂവിയാണ് ചെയ്തത്. അപ്പോൾ ഇത് അനസ്തേഷ്യ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം അത്ര വലിയൊരു മുറിവല്ല. ഇന്നിപ്പം ഞാൻ അവിടെ ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ഞാൻ കുട്ടീനെ കണ്ടതാണ്. ആ സമയത്ത് ആ മുറിവ് ഉണങ്ങിയ ഒരു സാഹചര്യത്തിലല്ല. കാരണം 3 ദിവസം കൊണ്ട് മുറിവ് ഉണങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം അത്രയും ചെറിയ മുറിവാണെങ്കിൽ മാത്രം എന്തായാലും ഇത് 3 ദിവസം കൊണ്ട് ഒരു ഉണങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു മുറിവിന് ഒരു ജനറൽ അനസ്തേഷ്യ പോലത്തെ ഒരു കാര്യം ചെയ്ത് ഇത്ര വലിയൊരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു കൃത്യമായി കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയതുകൊണ്ട് തന്നെയാണ് ഇപ്പം കുട്ടിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഹോസ്പിറ്റൽ എന്താണ് അതിൽ പറയുന്നത്? ഹോസ്പിറ്റലുകാർ ഇതിൽ അവരുടെ സൈഡിൽ ഒരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിക്കാണ് ആദ്യം മുതലേ പറഞ്ഞിരുന്നത്. കാരണം ഇതിൽ അനസ്തേഷ്യ കൊടുത്തതിനെ കൊണ്ടുള്ള ഒരു പ്രശ്നമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ സംഭവിക്കാൻ ഒരു 1000-ൽ ഒരാൾക്ക് സംഭവിക്കാമെന്നുള്ളൊരു ചാൻസാണ്. പക്ഷെ അനസ്തേഷ്യ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിനോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഒരു വലിയ സർജറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലല്ലാതെ ഒരു അനസ്തേഷ്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത്. കാരണം പലരും ഇപ്പം ഇത് പറഞ്ഞത് 3 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത്രയും ക്രിട്ടിക്കൽ ആണെങ്കിൽ മാത്രമേ അനസ്തേഷ്യ കൊടുക്കണ്ടൂ എന്നുള്ളൊരു സാഹചര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷനിൽ കഴിഞ്ഞ് വന്ന കൊച്ചാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടോ എന്നുള്ളതില്ല. ഈ കാര്യങ്ങൾ അവരോട് പറയുമ്പോഴും അവർ നേരെ പറയണത് ഇത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിക്കാണ് പറയണത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത്, ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ച സമയത്ത് ഒറ്റ മറുപടിയേ ഉള്ളൂ. അവർ പറഞ്ഞേക്കണ മറുപടി നിങ്ങൾ എല്ലാം നോക്കി സൈൻ ചെയ്ത് തന്നതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഈ സൈൻ ഇട്ട് കൊടുക്കുന്നത് ഇതിന് ശേഷം എന്തും ചെയ്യാന്നുള്ളതല്ല. നമുക്ക് ആ സമയത്ത് നമ്മുടെ സാഹചര്യം പോലെയാണ് എല്ലാവരും ഈ സൈൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം ആർക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടോ ഇതിനെക്കുറിച്ചുള്ള മെഡിക്കലിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നല്ല ആരും ഈ സൈൻ ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം പോണത്. അപ്പോൾ ആ സമയത്ത് സിറ്റുവേഷനിൽ കൊടുത്തു. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്തും സംഭവിച്ചാലും അത് അതിൽ പോകുന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇവർ നിൽക്കുന്നത്.